നിക്കോ പാസിനെ റയൽ മാഡ്രിഡ് പെർമനന്റ് ആയിട്ട് വിൽക്കാൻ പോകുന്നു. ഈ ഒരു വാർത്തയുടെ യാഥാർത്ഥ്യം എന്താണ് എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഒപ്പം മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി നോക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഒരു മാഡ്രിഡ് ടീം ബാഴ്സലോണയുടെ അക്കാഡമി പ്ലെയറിനെ റാഞ്ച് കൊണ്ടുപോയത്. ഈ ആഴ്ച മറ്റൊരു മാഡ്രിഡ് ടീം ബാഴ്സലോണയുടെ മറ്റൊരു അക്കാഡമി പ്ലെയറിനെ റാഞ്ചാനുള്ള എല്ലാ പരിപാടിയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് നോക്കണം. മാഡ്രിഡ് ടീമിന് ഇപ്പോൾ ബാഴ്സയുടെ അക്കാഡമി പ്ലെയേഴ്സിലാണ് കണ്ണ് എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ പറയേണ്ട ഒരു സംഭവം. അപ്പോൾ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ ഒരു സൂപ്പർ താരത്തിന് പുതിയൊരു കോൺട്രാക്ട് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കണം. അപ്പോൾ ഇത്രയുള്ള 3 കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് മാൻ സിറ്റിയുടെ വാർത്തയിൽ നിന്ന് വരാം. ജെർമി ഡോക്കു, ബെൽജിയം സൂപ്പർ താരം, മാൻ സിറ്റിയുടെ സൂപ്പർ താരമായിട്ടുള്ള ജെർമി ഡോക്കുവിന് 2031 വരെയുള്ള ഒരു പുതിയ കോൺട്രാക്ട് നൽകിയിരിക്കുകയാണ് മാൻ സിറ്റി. വളരെ നല്ലൊരു ഡിസിഷനാണ്. ജെർമി ഡോക്കുവിനെ കുറിച്ച് പറയുമ്പോൾ 2023 മാൻ സിറ്റിയിലേക്ക് വരുന്നത്. 88 മത്സരങ്ങൾ മാൻ സിറ്റിക്ക് വേണ്ടി കളിച്ചു. 19 ഗോളും 11 അസിസ്റ്റും ആള് മാൻ സിറ്റിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. നമ്പർ ഓഫ് ഗോളും നമ്പർ ഓഫ് അസിസ്റ്റും കുറവാണ്, ഞാൻ സമ്മതിച്ചു, കുറവാണ്. പക്ഷേ ആള് ഗ്രൗണ്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഏത് ടീമിന്റെയും എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻസിനെയും ആൾക്ക് മറികടന്നു പോകാൻ പറ്റും. ആളുടെ ആ ഒരു പരിപാടിയുണ്ട്, കിടിലം പരിപാടിയാണ്. കാണാനും നല്ല ഒരു രസമുള്ള ഒരു സംഭവമാണ്, ഒരു ഡ്രിബിളിംഗ് ആണ്. അപ്പോൾ ആളെ നിലനിർത്തുന്നു. 2031 വരെയുള്ള ഒരു കോൺട്രാക്ട് നൽകിക്കൊണ്ട് മാൻ സിറ്റി എടുക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻ ആണ് കറന്റ് സിറ്റുവേഷനിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു കണ്ടത് റയൽ മാഡ്രിഡ് ബാഴ്സലോണയുടെ അക്കാഡമിയിലൂടെ വളർന്നു വന്നിട്ട് ഇപ്പോൾ ചെൽസിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന വേൾഡ് കപ്പിലടക്കം സ്ഥിരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മാർക്ക് കുക്രോയിലെ എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്കിനെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിരുന്നു. ഇപ്പോൾ ഇത് അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ ഒരു ബാഴ്സലോണയുടെ അക്കാഡമിയിലൂടെ വളർന്നു വന്നിട്ട് ഇപ്പോൾ ബുണ്ടസ് ലീഗയിൽ ബയർ ലെവർകൂസന് വേണ്ടി കളിക്കുന്ന അലജാൻഡ്രോ ഗ്രിമോൾഡോയെ ടീമിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലജാൻഡ്രോ ഗ്രിമോൾഡോ സമ്മതിച്ചു, അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് വരാൻ സമ്മതിച്ചു. 30 വയസ്സുള്ള കിഡ്ലൻ ഒരു പ്ലെയർ ആണ് അലജാൻഡ്രോ ഗ്രിമോൾഡോ എന്ന് പറയുന്ന താരം. 2027 വരെ, അതായത് ഒരു സീസൺ കൂടി മാത്രമാണ് ഈ ഒരു ബയർ ലെവർകൂസനായിട്ട് കോൺട്രാക്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബയർ ലെവർകൂസൻ വിൽക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ട് ഒന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ചെറിയ എമൗണ്ട് ആണെന്ന് പറയുന്നു. ചില മീഡിയാസ് 30 മില്യൺ ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കത് ഒഫീഷ്യലി അറിയത്തില്ല. 30 മില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറവാണ് ഈ ഒരു പ്ലെയറിന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൊട്ടൻഷ്യൽ ഉള്ള കിടിലൻ പ്ലെയർ ആണ്. ഈ ഒരു സീസൺ മാത്രം നോക്കാം, അതായത് 2025-26 സീസൺ, ഇപ്പൊ കഴിഞ്ഞ സീസണിൽ 46 മത്സരങ്ങൾ കളിച്ച താരം 14 ഗോളും 12 അസിസ്റ്റും. വിങ്ങറല്ല കേട്ടോ, വിങ് ബാക്ക് ആണ്. ആളുടെ ടീമായിട്ടുള്ള ബയർ ലെവർകൂസൻ കളിക്കുന്ന ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് 3 ബാക്കിനെ വെച്ചിട്ടാണ്. 3-4-3 ഇല്ലെങ്കിൽ 3-4-2-1 അങ്ങനത്തെ ഒരു ഫോർമേഷൻ ആണ്. അപ്പൊ അങ്ങനത്തെ ഫോർമേഷനിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ ആള് കുറച്ചും കൂടെ കയറിയിട്ടാണ് കളിക്കുന്നത്. അതായത് നല്ല ഡിഫെൻസീവ് ആയിട്ടല്ല, ഡീപ്പ് ഡിഫെൻസീവ് ആയിട്ടല്ല, കുറച്ചുകൂടെ കയറിയിട്ടാണ് കളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ് നൽകുന്ന ഒരു വിങ് ബാക്ക് ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിയോഗോ സിമോണയുടെ ടീം ഡിഫെൻസീവ് ആയിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ സീസണിൽ അവർ നന്നായിട്ട് അറ്റാക്കിംഗ് ഫുട്ബോളൊക്കെ കളിച്ചിരുന്നെങ്കിലും ഓവറോൾ അവരൊരു ഡിഫെൻസീവ് ടീമാണ്. അവർ പലപ്പോഴും ആ ഒരു ഡിഫെൻസിനാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അവരുടെ ഒരു ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ ഈ ഒരു ഗെയിം സ്റ്റൈലുള്ള ഒരു പ്ലെയർ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ ഒന്നും കാണാതെ പ്ലേയേഴ്സിനെ എടുക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും, നമുക്ക് നോക്കാം. 2011 മുതൽ 2015 വരെ ഉള്ള കാലയളവിൽ യൂത്ത് ടീമിൽ ബാഴ്സലോണയുടെ അക്കാഡമിയിൽ ഉണ്ടായിരുന്നു അലജാൻഡ്രോ ഗ്രിമോൾഡോ. ഇപ്പൊ ഇതാ അത്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സലോണയുടെ ഒരു റൈവൽ ടീമിലേക്ക് പോവാണ്. റയൽ മാഡ്രിഡും റൈവൽ ടീമാണ്. അവിടെ മാർക്ക് കുക്രോയിലെ പോയി. ഇപ്പൊ ഇതാ ഗ്രിമോൾഡോ ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് പോവാണ്. അടുത്ത സീസണിൽ നമ്മൾ നോക്കുമ്പോൾ ലാമിൻ യമാലിനെ പിടിക്കാനായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡിൽ ബാഴ്സലോണയുടെ അക്കാഡമി പ്ലെയർ, അതുപോലെ തന്നെ മാഡ്രിഡിലും ബാഴ്സലോണയുടെ അക്കാഡമി പ്ലെയർ എന്ന് വേണ്ടി പറയേണ്ടി വരും. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരാം. ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. നിക്കോ പാസിനെ റയൽ മാഡ്രിഡ് പെർമനന്റ് ആയിട്ട് വിൽക്കാൻ തീരുമാനിക്കുന്നു എന്നൊരു വാർത്ത സ്കൈ സ്പോർട്സും അതുപോലെ തന്നെ ESPN ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ, കുറച്ച് ക്ഷമയോടെ ഇരുന്ന് കേൾക്കുക. 21 വയസ്സുകാരനായിട്ടുള്ള അർജന്റീനിയൻ താരം അദ്ദേഹത്തിന്റെ കരിയർ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു റയൽ മാഡ്രിഡിന്റെ അക്കാഡമിയിൽ നിന്നാണ്. ലാ ഫാബ്രിക്കാസ് റയൽ മാഡ്രിഡിന്റെ അക്കാഡമി. ബാഴ്സയുടെ അക്കാഡമി അറിയാലോ, ലാ മാഫിയാണ്. ഇവിടെ ലാ ഫാബ്രിക്കാസ്. അപ്പൊ ആ ഒരു അക്കാഡമിയിലൂടെ വളർന്നു വന്ന താരമാണ് നിക്കോ പാസ്. ഇത് ഇത്രയും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അർജന്റീന ഫ്യൂച്ചർ ആണ്. മെസ്സിക്ക് ശേഷം അർജന്റീന ക്യാരി ചെയ്തു പോകാൻ പോകുന്ന താരമാണ്. വേൾഡ് കപ്പിൽ ഇപ്പൊ ഡെബ്യൂ ആള് നടത്തിയിട്ടുണ്ട് എന്നത് ഇതെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ആളുടെ
ആളിപ്പോൾ കറന്റ് ഏത് ടീമിന്റെ പ്ലെയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമോയുടെ പ്ലെയർ ആണ്. ഇറ്റാലിയൻ സൈഡിലുള്ള കോമോയുടെ പ്ലെയർ. കോമോ റയൽ മാഡ്രിഡിൽ നിന്ന് വാങ്ങിയ പ്ലെയർ ആണ്. റയൽ മാഡ്രിഡിൽ നിന്ന് പൈസയൊക്കെ കൊടുത്ത് വാങ്ങി. 2024 കോമോ ഈ ഒരു പ്ലെയറിനെ റയലിൽ നിന്ന് വാങ്ങുന്നത്. 2028 വരെ കോൺട്രാക്റ്റ് ഉണ്ട് ഈ കോമോയായിട്ട്. പക്ഷേ റയൽ വളരെ ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലെയറിനെ കൊടുക്കുന്ന സമയത്ത് സെല്ലിംഗ് ക്ലോസ് ആയിട്ട് 50%, അതായത് ഈ ഒരു നിക്കോപാസിനെ ഏത് ടീമിന് വിറ്റാലും 50% ഈ ഒരു റയലിന് കിട്ടും. ഇത് പല പ്ലേയേഴ്സും വെച്ചിട്ടുള്ള, പല ടീമുകളും പല പ്ലേയേഴ്സിനെ പുറത്തും വെച്ചിട്ടുള്ള ഒരു ക്ലോസ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിക്കോപാസിനെ ഒരു ടീം, ഏതെങ്കിലും ഒരു ടീം 50 മില്യൺ കൊടുത്ത് വാങ്ങി. ആ ഒരു സാഹചര്യത്തിൽ 25 മില്യൺ യൂറോസ് റയലിലേക്ക് പോകും, 25 മില്യൺ കോമോയ്ക്കും കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഈ ഒരു 50% സെല്ലിംഗ് ഓപ്ഷൻ. പിന്നെ ഉള്ളത് ബൈ ബാക്ക് ക്ലോസ് ആണ്. 2024 റയൽ വിട്ട് നിക്കോപാസ് പോയിട്ടുള്ളത്. 2025 ടീമിലേക്ക് എത്തിക്കണമെങ്കിൽ, സമ്മറിൽ എത്തിക്കണമെങ്കിൽ 8 മില്യൺ ആയിരുന്നു കഴിഞ്ഞ വർഷം, അത് കഴിഞ്ഞു. 2026 ഇപ്പോ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിലേക്ക് എത്തിക്കണമെങ്കിൽ 9 മില്യൺ യൂറോസ് കൊടുത്തു കഴിഞ്ഞാൽ ടീമിലേക്ക് എത്തിക്കാൻ പറ്റും. അത് ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ആക്ടിവേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നത് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അതിന്റെ ടോക്സ്, കോമോയും റയലും തമ്മിലുള്ള ടോക്സ് ഇപ്പം നിർത്തി വെച്ചിരിക്കുകയാണ്. അവർ തമ്മിൽ ഒന്നും സംസാരിക്കുന്നത് വേൾഡ് കപ്പ് ആയതുകൊണ്ടായിരിക്കാം. അത് മാത്രമല്ല, റയലിന് വേറെയും പ്ലാനുകളുണ്ടല്ലോ, വേറെയും പ്ലേയേഴ്സിനൊക്കെ എത്തിക്കണം. അതിന്റെ പ്ലാനുകളുള്ളത് തന്നെ നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ ഉള്ളത് 2027 അടുത്ത കൊല്ലം 10 മില്യൺ യൂറോസ് നൽകിക്കൊണ്ട് ഈ ഒരു പ്ലെയറിനെ സ്വന്തമാക്കാൻ പറ്റും റയലിന്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സ്കൈ സ്പോർട്സും ESPN ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ. ഒന്നാമത്തത് 9 മില്യൺ യൂറോസ് കൊടുക്കുന്നു, വാങ്ങുന്നു, വിൽക്കുന്നു. 9 മില്യൺ യൂറോസ് കൊടുത്ത് കോമോയിൽ നിന്ന് പ്ലെയർ വാങ്ങിയിട്ട് വേറൊരു ടീമിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു വേറെ ടീമുണ്ടല്ലോ, അവരൊരു 50-60 മില്യൺ വല്ലതും കൊടുക്കും. അത് അതിനുള്ളതുണ്ട്, നിക്കോപാസ് അതിനുള്ള മുതലാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ റയലിന് ലാഭമാണ്. അത് വെച്ചിട്ട് റയൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 9 മില്യൺ കൊടുത്ത് വാങ്ങിയിട്ട് വേറൊരു ടീമിലേക്ക് ലോണിൽ കൊടുക്കുക. ഇത് വളരെ മണ്ടത്തരമായിട്ടുള്ള തീരുമാനമാണ്. കാരണം 9 മില്യൺ കൊടുത്ത് വാങ്ങുന്നു, വേറൊരു ടീമിലേക്ക് ലോണിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കോമോ ലോണിൽ വാങ്ങത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോമോയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സെസ്ക് ഫാബ്രിക്കാസാണ് കോമോയുടെ ആ ഒരു കോച്ച്. അദ്ദേഹത്തിന്റെ കീഴിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെ, യങ് പ്ലെയറിനെ അവിടെ നിന്ന് ലോണിൽ വാങ്ങി വേറൊരു ടീമിലേക്ക് കൊടുത്ത് പിന്നെ തിരിച്ച് വാങ്ങുക എന്നൊക്കെ പറയുന്നത്, അതിനെക്കാട്ടിൽ അവിടെ കളിച്ചാൽ പോലെ. ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ ഈ ഒരു തോട്ടത്തിലിരിക്കുന്ന, ഒരു ചാക്കിലിരിക്കുന്ന എന്താ അരിയോ എന്തോ, അതിനെടുത്ത് ഗോഡൌണിൽ കൊണ്ടുവയ്ക്കുക, ഗോഡൌണിൽ നിന്നെടുത്ത് മില്ലിൽ കൊണ്ടുവയ്ക്കുക, മില്ലിൽ നിന്നെടുത്ത് തോട്ടത്തിൽ കൊണ്ടുവയ്ക്കുക. അങ്ങനത്തെ പരിപാടിയാണ്. അത് തോട്ടത്തിൽ തന്നെ ഇരുന്നാൽ പോരെ സാധനം, കോമോ തന്നെ കളിച്ചാൽ പോരെ, അപ്പൊ അവിടെ തന്നെ കളിക്കട്ടെ. അങ്ങനത്തെ ഡിസിഷന് പകരം ആളെ വാങ്ങിയിട്ട് ലോണിൽ കൊടുക്കാന്ന് പറയുന്നത് അത് എനിക്ക് അത്ര നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ഒന്നിലേക്ക് കളിപ്പിക്കുക, വാങ്ങിയിട്ട് കളിപ്പിക്കുക. ജോസെ മൗറിനോയ്ക്ക് ആളെ കളിപ്പിക്കാൻ താല്പര്യമില്ല എന്നൊരു വാർത്തയും ഇതിന്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒഫീഷ്യലായിട്ട് ഇതൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഒഫീഷ്യലായിട്ട് വരുമ്പോൾ ഞാൻ തന്നെ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. നിങ്ങളൊക്കെ അറിഞ്ഞു കാണും ഈ ഒരു സംഭവം. കുറെ ഈ റയൽ മാഡ്രിഡിന്റെ ഗ്രൂപ്പുകളിലും ആ ഒരു ഫാൻ പേജുകളിലും കുറെ മീഡിയാസ് ഇത് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്ന ഈ രണ്ട് സംഭവങ്ങൾ. എനിക്ക് ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഏറ്റവും ബെസ്റ്റ് ടീമുകളിലൊന്നാണ്. അവർ നേടാത്ത നേട്ടങ്ങളൊന്നുമില്ല, എല്ലാം പൊളിയാണ്. പക്ഷെ അവരുടെ ആകെ ഉള്ളൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് അക്കാഡമി പ്രോപ്പറായിട്ട് ഉപയോഗിക്കില്ല. എത്ര പ്ലേയേഴ്സ് അക്കാഡമിയിൽ നിന്ന് വളർന്നു വന്നിട്ട് ഇപ്പോൾ വേറെ ടീമുകളിൽ പോയി പൊളിച്ചെടുക്കുന്നത്. അഷ്റഫ് ഹക്കീമി അക്കാഡമി പ്ലെയർ ആണ്. ഇതുപോലെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്, പറയാൻ പോയി കഴിഞ്ഞാൽ കുറെ പ്ലേയേഴ്സ് ഉണ്ട് അക്കാഡമിയിലൂടെ വളർന്നു വന്ന പ്ലേയേഴ്സ് ആണ്. റയലിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ റൈറ്റ് ബാക്ക് പൊസിഷൻ. ഈ ഒരു സീസണിൽ സൈനിങ് നടത്തി റൈറ്റ് ബാക്ക്. കഴിഞ്ഞ സീസണിൽ ഒരു റൈറ്റ് ബാക്കിനെ കൊണ്ടുവന്നു. അഷ്റഫ് ഹക്കീമി ഇപ്പൊ കറന്റ് വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റ് ബാക്ക് ആണ്. ആള് റയലിന്റെ അക്കാഡമിയിൽ ഉണ്ടായിരുന്നതാണ്, യൂത്ത് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ മറ്റേ മാർട്ടിൻ ഒഡേഗാർഡ് അവിടെ ഉണ്ടായിരുന്നതാണ്, റയലിന്റെ യൂത്ത് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അക്കാഡമി, അതുപോലെ തന്നെ റയലിന്റെ ആ ഒരു യൂത്ത് സിസ്റ്റത്തിൽ കളിക്കുന്ന, യൂത്ത് സിസ്റ്റം എന്ന് പറയുമ്പോൾ റയൽ അണ്ടർ 19, അണ്ടർ 20, പിന്നെ റയലിന്റെ ആ ഒരു ബി ടീം, അങ്ങനത്തെ സംഭവങ്ങളിലെല്ലാം കളിക്കുന്ന പ്ലേയേഴ്സിന് പ്രോപ്പറായിട്ട് റയൽ മാഡ്രിഡ് ഉപയോഗിക്കത്തില്ല എന്നതാണ് ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ഈ സീസണിൽ വാങ്ങണ്ടെങ്കിൽ വാങ്ങണ്ട, അടുത്ത സീസണിൽ വാങ്ങാലോ. 2027 10 മില്യൺ കൊടുത്താൽ വാങ്ങാൻ പറ്റും. നിക്കോപാസിന്റെ കോമോയിലെ ഗെയിം ഞാൻ കാണുന്നതാണ് സ്ഥിരം. കഴിഞ്ഞ സീസണിന്റെ പകുതിക്ക് ശേഷം കോമോ കിടിലോ എന്ന് പല ആൾക്കാരും പറഞ്ഞ് ആ ടീമിന്റെ ഗെയിമിൽ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് പല വീഡിയോയിലും പറഞ്ഞതാണ്. കിടിലം കളിയാണ് ഈ ഒരു ടീം. അതായത് അർജന്റീനയിലേക്ക് വന്നപ്പോൾ അർജന്റീന ഫ്രീ കിക്ക് ഗോളൊക്കെ അടിച്ച് കിടിലം പെർഫോമൻസ് ആണ് അവിടെ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സീസണിൽ വേണ്ടെങ്കിൽ വേണ്ട, അടുത്ത സീസണിൽ വാങ്ങിക്കോ. ഇത് വാങ്ങുക വിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
അത് ഒരു നല്ല ഡിസിഷൻ അല്ല. ഇതുവരെ ഒഫീഷ്യലി വന്നില്ല, അങ്ങനത്തെ മണ്ടത്തരമൊന്നും ചെയ്യത്തില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ ജോസെ മൗറിഞ്ഞയുടെ കീഴിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറെ യങ് പ്ലേയേഴ്സിനെ ടീമിൽ നിലനിർത്താൻ അവസരം ഉണ്ടായിട്ടും ആള് കറക്റ്റ് ആയിട്ട് എടുക്കാതെ വിറ്റ് പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഈ കാലിഫോർണിയ ഇല്ലേ, മറ്റേ ഏതാ ആൽഫണിൽ കളിക്കുന്ന റിക്കാർഡോ കാലിഫോർണിയ, ആ ആള് ഈ ഒരു ജോസെ മൗറിഞ്ഞോ കോച്ചായിരുന്ന സമയത്ത് എ സി മിലാൻ അന്ന് AS റോമയിൽ ഉണ്ടായിരുന്നതാണ് ഈ ഒരു കാലിഫോർണിയെ അപ്പോൾ നിലനിർത്താൻ പറ്റുമായിരുന്നു. അതായത് ഈ ഒരു ജോസെ മൗറിഞ്ഞോ വരുന്ന അതേ സീസണിലാണ് കാലിഫോർണിയ വേറെ ടീമിലേക്ക് പോകുന്നത്. നിലനിർത്താൻ പറ്റുമായിരുന്നു, പക്ഷെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ അതുപോലെ കുറെ യങ് പ്ലേയേഴ്സ് ഇതുപോലെ ടീം വിട്ട് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ജോസെ മൗറിഞ്ഞോയുടെ കാലഘട്ടത്തിൽ. കണ്ടറിയാം എന്തിനാവുമെന്ന്. അതായത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അക്കാഡമിയിൽ നിന്ന് വന്നിട്ട് കഴിഞ്ഞ സീസണിൽ നന്നായിട്ട് കളിച്ചിട്ടുള്ള തിയാഗോ, അങ്ങനെ 2-3 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഫ്യൂച്ചർ എന്താവുമെന്ന് കണ്ടറിയണം. അക്കാഡമി പ്ലേയേഴ്സിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. കാരണം അക്കാഡമി പ്ലേയേഴ്സ് ജനിച്ച് വളർന്ന് വരുമ്പോൾ, കൊച്ചായിട്ട് വരുമ്പോഴേ അവർ ആ ഒരു ബാൾജ് ഇട്ടിട്ടാണ് കളിക്കുന്നത്. അവർക്ക് ഒരു ഇത് കാണും, ആ ഒരു ബാൾജിന് വേണ്ടി കളിക്കണമെന്നൊരു സാധനം കാണും. ബാഴ്ഫയിലൊക്കെ കാണുന്നതാണ്. ബാഴ്ഫയുടെ അക്കാഡമി പ്ലേയേഴ്സ് ഒക്കെ കണ്ട മരിച്ച് കളിക്കുന്നതാണ്. അതിനുള്ള കാരണം എന്താ, അവര് കൊച്ചിലെ മുതൽ ഇട്ട് വളർന്ന ആ ഒരു ജേഴ്സിയാണ്. അവരുടെ സീനിയർ ടീമിന് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹത്തോടെയാണ് അവർ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ കിട്ടുന്ന ചാൻസ് വെറുതെ വിടുവോ? അപ്പൊ അക്കാഡമി പ്ലേയേഴ്സിനെ ഉപയോഗിക്കുക എന്നതാണ് അത് നല്ലൊരു പരിപാടിയാണ്. അത് റയൽ ചെയ്യുന്നത് പങ്കുകാര കുറവാണ്. ഒരു പ്ലെയറിനെ എടുക്കത്തില്ലെന്നല്ല, എടുത്തിട്ടുണ്ട്. ഹിസ്റ്ററിയിൽ റയലിന്റെ പല പ്ലേയേഴ്സും അക്കാഡമി പ്ലേയേഴ്സാണ്. അക്കാഡമിയിൽ നിന്ന് വളർന്നു വന്ന പ്ലേയേഴ്സ് ഉണ്ട്, പക്ഷെ കുറവാണ്. ഇപ്പോൾ റീസെന്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കാഡമി പ്ലേയേഴ്സ് ഒക്കെ വരുന്നത് പങ്കരമായിട്ട് കുറഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലെയറിനെ വിട്ടുകൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഈ ഒരു വേനൽക്കാലത്ത് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വേണ്ടെങ്കിൽ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോ എടുക്കാം. പക്ഷേ തീരുമാനം എന്താണെന്ന് അറിയത്തില്ല. ഈ ഒരു സമ്മറിൽ വാങ്ങിയിട്ട് വിൽക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നുണ്ട്. കാരണം അറിയാലോ, മിഡ്ഫീൽഡിൽ ഒരു 100 മില്യൺ മുകളിലുള്ള ഒരു പ്ലെയറെ കൊണ്ടുവരാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സെന്റർ ബാക്കിന്റെ പ്ലാൻ ഉണ്ട്. പിന്നെ ഈ ഒരു അറ്റാക്കിംഗ് പ്ലെയറിന്റെ പ്ലാൻ ഉണ്ട്. അതായത് ആ ഒരു റയലിന്റെ സിസ്റ്റം ഉണ്ടല്ലോ, ഗാലക്റ്റിക്കോസിന് സൂട്ടാകുന്ന ടൈപ്പ് പ്ലെയറിനൊക്കെ കൊണ്ടുവരുമ്പോൾ എമൗണ്ട് നന്നായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു പ്ലെയറിനെ വാങ്ങിയിട്ട് വിൽക്കാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഒപ്പീനിയൻ കാണും. ഇപ്പൊ റയൽ ഫാൻസ് ആയിട്ടുള്ള നിങ്ങൾ പറയുക നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ബോൾ.